പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ ഭീഷണി ശക്തമാകുന്നതിനിടെ തന്നെ അതീവ നിർണായകമായ റിപ്പോർട്ട് പുറത്തുവരികയാണ്. അമേരിക്കയുമായുള്ള സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ രഹസ്യമായി തന്നെ സ്വന്തം വിമാനത്താവളങ്ങളിൽ പാർക്ക് ചെയ്യാൻ അനുമതി നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അമേരിക്കൻ മാധ്യമമായ CBS ന്യൂസ് ആകട്ടെ ഈ ഒരു വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച US ഇറാൻ സംഘർഷത്തിന് പിന്നാലെ തന്നെ പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തലിന് ശേഷമാണ് ഈ നീക്കം നടന്നതെന്നതാണ് സൂചന. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാവുന്ന വ്യോമാക്രമണങ്ങളിൽ നിന്നുകൊണ്ട് പ്രധാന സൈനിക വിമാനങ്ങളെ സംരക്ഷിക്കാനാണ് ഇറാൻ ഈ തീരുമാനം ഏറ്റെടുത്തത് എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റവേൽപിണ്ടിയിൽ അടക്കമുള്ള ന്യൂർഖാൻ വ്യോമതാവളത്തിലേക്കാണ് ഇറാൻ നിരീക്ഷണ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന എയർക്രാഫ്റ്റുകൾ മാറ്റിയതെന്നതാണ് വിവരം. ഇതിന് പുറമെ തന്നെ ചില സിവിൽ വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ തന്നെ പാകിസ്ഥാൻ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. അമേരിക്ക ഇറാൻ സംഘർഷം പുതിയ തലത്തിലേക്ക് കടക്കുകയാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. പാകിസ്ഥാന്റെ ഈ നീക്കമാകട്ടെ മേഖലയിൽ കൂടുതൽ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് കാരണമാകുമോ എന്ന ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയും ഇറാനും ഇടയിൽ മധ്യസ്ഥനായി നിലകൊള്ളുന്ന പാകിസ്ഥാൻ ഇത്തരം ഒരു നീക്കം നടത്തിയത് രാജ്യാന്തര തലത്തിൽ പോലും ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ മാസം പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവിടെ നിലവിലുണ്ടെങ്കിൽ പോലും യുദ്ധ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുള്ള ഇറാന്റെ നിർദ്ദേശങ്ങൾ അമേരിക്ക തള്ളിയതോടുകൂടി തന്നെ മേഖലയിൽ വീണ്ടും അനിശ്ചിതത്വം ഉടലെടുത്തിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അതേസമയം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടിസ്ഥാനരഹിതമായ രീതിയിലുള്ള റിപ്പോർട്ടാണ് എന്നതാണ് പാകിസ്ഥാൻ മറ്റൊരു രീതിയിൽ പ്രതികരണം ഉന്നയിച്ചിരിക്കുന്നത്. ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള നൂർഖാൻ വ്യോമതാവളത്തിൽ ഇത്തരത്തിൽ വലിയ വിമാനങ്ങൾ ഒളിപ്പിച്ചു വെക്കുക എന്നത് അസാധ്യമാണ് എന്നതാണ് ഒരു പാക് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ പാകിസ്ഥാനുമായുള്ള ബന്ധം പുനഃപരിശോധിക്കേണ്ടി വരും എന്ന് തന്നെയാണ് അമേരിക്കൻ സെനറ്റർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള മധ്യസ്ഥ എന്ന നിലയിൽ പാകിസ്ഥാന്റെ പങ്ക് എത്രത്തോളം വിശ്വസനീയമാണ് എന്നത് ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം എക്സിലൂടെ കുറിച്ചിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയെ പാകിസ്ഥാൻ ചതിക്കുകയായിരുന്നു എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ നീക്കങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നതായി തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. US മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തരം എന്നതായിരുന്നു ട്രംപിന്റെ കടുത്ത പ്രതികരണം. ഇറാൻ നൽകിയ മറുപടി ട്രംപ് തൽക്ഷണം തന്നെ തള്ളിയതോടുകൂടി 10 ആഴ്ചയിൽ തുടരുന്ന സംഘർഷം കൂടുതൽ നീളാൻ ഇടയുണ്ട് എന്ന ആശങ്ക കൂടിയാണ് ശക്തമായിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിനോടുള്ള കപ്പൽ ഗതാഗതത്തെയും ആഗോള ഇന്ധന വിപണിയെയും ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇറാന്റെ പ്രതികരണം പൂർണ്ണമായി തന്നെ വായിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല എന്ന ഒരു രീതിയിലുള്ള നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. മാത്രമല്ല ഇറാന്റെ പക്കൽ ആണവായുധമില്ല എന്ന വിധം പോലും അത്തരത്തിൽ ആണവായുധമില്ല എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ചിത്രീകരണം നടത്താൻ പോലും ട്രംപ് ഇവിടെ വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയതായും വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.